വിരമിച്ച അംഗൻവാടി ജീവനക്കാരുടെ പെൻഷൻ 10,000 രൂപയാക്കി ഉയർത്തണമെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ഇൻ കേരള ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അവധിയെടുത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞ നടപടി റദ്ദാക്കണമെന്നും നിർത്തലാക്കിയ ഉത്സവ ഭത്ത പുനഃസ്ഥാപിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വിരമിച്ച വർക്കർമാർക്ക് ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന 2,500 രൂപയും ഹെൽപ്പർമാർക്ക് 1,500 രൂപയുമാണ് ഏക വരുമാനം. വാർദ്ധക്യത്തിലെത്തിയ ഇവർക്ക് മരുന്നിന് പോലും ഈ തുക തികയില്ല. 1993 ആരംഭിച്ച ക്ഷേമനിധിയിൽ വർക്കർമാർ 500 രൂപയും ഹെൽപ്പർമാർ 250 രൂപയും പ്രതിമാസം അടക്കുന്നുണ്ട്. ക്ഷേമനിധിയിലേക്ക് സർക്കാർ നൽകേണ്ട വിഹിതം കൃത്യമായി എത്താത്തതിനാൽ പെൻഷൻ മുടങ്ങുക പതിവായിട്ടുണ്ട്. 6 മാസം അവധിയെടുത്തവരുടെ പെൻഷൻ സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ക്ഷേമനിധിയിലേക്ക് പണമടിച്ചില്ലെന്ന് പറഞ്ഞാണ് തങ്ങളുടെ നാമമാത്രമായ പെൻഷൻ സർക്കാർ തടഞ്ഞത്. തങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടെന്ന 2022 സുപ്രീം കോടതി വിധി സർക്കാർ നടപ്പാക്കുന്നില്ല. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് തങ്ങളെ പരിഗണിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അർഹതപ്പെട്ടതൊന്നും അനുവദിച്ചില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എ സരോജിനി, വൈസ് പ്രസിഡന്റ് ഇ.പി. വസന്ത, സെക്രട്ടറി സുമതി കാളികാവ്, ട്രഷറർ എൻ ജയകുമാരി, ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രഭാവതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ? പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട. പേയ്മെൻറ്റ് ഇവിടെയുണ്ട്. ഇനി റെഡി ക്യാഷ് വേണ്ട, പലിശയും വേണ്ട. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെയില്ല. നിങ്ങളുടെ EMI ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട്. ഇനിയും എന്തിനു കാത്തിരിക്കണം? നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനും EMI പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ.